കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ? എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ്. പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷെ അതാർക്കും അറിയില്ലായിരുന്നു, പ്രേംനസീറിന് പോലും. ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? കാണാം. ഓ ശരി. ലക്ഷ്മി, ഇപ്പോഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ, കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ, അതിനെന്താ? ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ? എന്നാ കാണാട്ടോ. ചുട്ടുതെന്നെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റെസ്റ്റ്. ഇനി കുറച്ചു നേരത്തേക്ക് വെളുത്തത്. Before we close, here is the news summary. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers hurt in riots and terrorist acts. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ. And in cricket, India meets West Indies. രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞു വരിക. ഏയ്, അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. AC റൂമിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ മുഷിയൊന്നുമില്ല. ഫെർണാണ്ടസിന് അറിയാഞ്ഞിട്ടാ. ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. You know, manager always seeks my help and assistance for everything. I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and what not. I don't simply get time to attend the customers at the ticketing counter. Oh, a boring mechanical life. I'm fed up. ഷീല, എന്റെ അച്ഛൻ, സോറി ഡാഡി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ Indians are my brothers and sisters. Fernandez. Sheila, you know, cigarette smoking is injurious to health. Oh, you're too naughty. Okay. Nothing official about it. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കുറച്ച് പെണ്ണാണ്. താൻ അടുത്തുള്ളപ്പോ I forget everything, even the shaving. 92 മോഡലാ, ഒറിജിനൽ കേരള. 180 ഒരു പൈസ കുറയില്ല. ഒരു മിനിറ്റ്, സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയോ? പല പ്രാവശ്യമായി നീ ഇത് ആവർത്തിക്കുന്നു. എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, അത് ഓർമ്മ വേണം. പോയി ചായ മേടിച്ചോണ്ട് പാടും. ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും. വേണ്ടല്ലേ? ഹലോ, ഈ ആധാരെഴുത്തരം വാസുള്ളയുടെ വീടേതാ? വാസുള്ള മരിച്ചുപോയല്ലോ. അയ്യോ, ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ. അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ? വണ്ടി നിർത്ത്. താനല്ലേ പറഞ്ഞു വാസുള്ള മരിച്ചുപോയെന്ന്? താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ? ഫെർണാണ്ടസ്, ഫെർണാണ്ടസ്, ഫെർണാണ്ടസ്. അയ്യോ ഫെർണാണ്ടസ്, ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല, എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ എന്നാ. വിനായകനേ വിനസീപവനേ ഉമാപതിയേ ഗുരുവേ ശരണം. ഇതെന്ത് പറ്റി? ഇതിലും കൂടുതൽ പറ്റേണ്ടതാ. ഗുരുവേ ശരണം. നിർത്ത് നിർത്ത് നിർത്ത്.
എന്താ ഇത് ബ്രേക്ക് കുറവാ സാർ. എന്നാ സാർ, ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത എവിടാ? താത്ത പറഞ്ഞു എന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ, റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല, ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്? തടകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ, തടകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ, തടകി മനത്ത സമയത്ത് ഓമൈ ഹോ. താത്ത, ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തളവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. പിന്നെ വലിയ ആളുകൾ കാണും. നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലാവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്നും സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ, വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ആ, ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊടുത്ത ചില്ലക്കാരനൊന്നുമല്ല, ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക, നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെ. എന്താ? അതെയോ? എന്നാ പോവാ. കുത്ത്. സൂര്യനെല്ലിക്ക. ഇയാള് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത, ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത്. വൈഫാ? അതെ, വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാണ്, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനിവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി, ശല്യം മാത്രം ഉണ്ടാവൂലെന്ന്. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ട. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വെള്ളം നിർത്തി. അയ്യോ, അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ. പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടിട്ട്. വേഗം ചെല്ല്. താമസിക്കാൻ നോക്ക്. അല്ല, താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല, ഞാനങ്ങനെ വെളിയിലിറങ്ങുന്ന സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയാ, ഇനി കുളിച്ച് കയറാം. അപ്പോ ഡോക്ടർ വന്നോ? ചെല്ലു വാങ്ങ, വേഗം ചെല്ല. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ, പോ. സാർ, മുകളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? ആ, എന്റെ ഒരു സന്തോഷം. അത് ശരി, അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ? നീ ആരടാ? കിരീടമില്ലാത്ത രാജാവ്. ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കും. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ.
എന്താണ് അസുഖം? നാക്ക് നീട്ടു. ആ ഓക്കെ ഓക്കെ. അത് ശരി, പാടാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാണോ? എടോ, താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ എം ആൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ഓൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുനെയും രാധയും ശീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി വന്നു. ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റ മുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ. കൈകൊണ്ട് കക്കാനറിയാം, പക്ഷേ അറിയില്ല. ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാനോ? ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവുമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാലന്റെ നാട് എവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, യെസ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റമുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോ എത്ര വലിയ എഞ്ചിനീയർ ആയാലും, ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണ സ്ഥലത്തെ ഞാൻ താമസിക്കൂ. താണ നിലത്തെ നീരോടൂ. തപസ്സിരുന്നേ പൂവിരിയൂ താണ നിലത്തെ. ഒരു മുട്ടപ്പില്ല. താൻ താഴെ കിടന്ന് തപസ് ചെയ്തോ, ഞാൻ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ. പക്ഷേ താൻ ഡോക്ടറല്ല, വെറും ബ്രോക്കറാണെന്ന് ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരേക്ക് അറിയിച്ചിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിൽ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്നെ സുഖിപ്പിക്കണ്ട. എവിടത്തെ എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞത്? അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല, സ്ഥലം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോ പള്ളിമുക്കില്ല. ശരി, എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം. എനിക്കിന്ന് ഉറക്കം വരും തോന്നില്ല. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിക്കോ ബാല. ബാലൻ എന്നടാ കാല. സോറി ബാല. ഓ